എറണാകുളത്തെത്തി, സ്വന്തം നാട്ടിലെത്തി. അപ്പോഴാണ് ഷാബു മോൻ വിളിക്കുന്നത് പാലക്കാട് നിന്ന്. യാത്രയെ പരിചയപ്പെട്ടാണ്, കർഷകരാണ്. അതായത് നമ്മുടെ വടക്കഞ്ചേരി ഉണ്ടല്ലോ, അവിടെ നിന്ന് കൊല്ലംകോട് പോകുമ്പോൾ കൊല്ലംകോട് എത്തുന്നതിന് മുമ്പ് ഒരു 4 കിലോമീറ്റർ മുമ്പ് നടുപ്പാടം എന്ന് പറഞ്ഞ വ്യൂ പോയിന്റ് ഉണ്ട്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ആ വ്യൂ പോയിന്റ് പാടവും അതിൻ്റെ പുറകിൽ നെല്ലിയാമ്പതി മലനിരകളുമാണ്. കാണേണ്ട ഒരു നല്ലൊരു കാഴ്ചയാണ്. ഏതൊരാളും അതിലേ പോകുമ്പോൾ വണ്ടി നിർത്തി ഫോട്ടോ എടുത്താൽ പോവുള്ളൂ. ആ പാടം കുറേയൊക്കെ കൃഷി ചെയ്യണത് ഷാബു മോനാണ്. ഇടയ്ക്ക് കാർഷിക അവാർഡ് കിട്ടും. അപ്പോൾ എന്നെ വിളിച്ച് അറിയിക്കാറുണ്ട്. സന്തോഷമുള്ള വാർത്തയാണ്. ഈ തവണ അദ്ദേഹത്തിന് സൗദി അറേബ്യയിൽ ദമാം ഉണ്ടല്ലോ, അവിടെ പ്രവർത്തിക്കുന്ന ഒരു സാംസ്കാരിക സംഘടന ഉണ്ട്, നവോദയ. ഈ തവണത്തെ കാർഷിക രംഗത്തെ സമഗ്ര സംഭാവനക്കുള്ള അവാർഡാണ് അദ്ദേഹം നേടിയത്. ഏറെ സന്തോഷം തോന്നിയ നിമിഷമാണ്. നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും വിശക്കുമ്പോൾ ആഹാരത്തിന് മുന്നിൽ പോയിരിക്കുന്നു. പക്ഷേ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നത് വളരെ കുറവാണ്. ഞാൻ യാത്രയിൽ ഒരുപാട് കർഷകരെ എനിക്ക് നേരിട്ട് സംസാരിക്കാനും അവരോടൊത്ത് കുറച്ച് നേരം ചെലവഴിക്കാനൊക്കെ ആയിട്ട് സാധിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇവരുടെ പ്രയാസങ്ങൾ. അതായത് മണ്ണിനോട് പോരാടണം, അതുകൂടാതെ പ്രകൃതിയോട് പോരാടണം, അതുകൂടാതെ വന്യജീവികളോട്. അതായത് ഒരു കാർഷിക വിള നട്ട് അതൊന്ന് പിടിച്ചു വരുമ്പോഴത്തേനും എവിടെ നിന്നൊക്കെ ഒരു ആക്രമണം ഉണ്ടായാൽ അന്നവരുണ്ടായ അധ്വാനം വെറുതെ മാറും. അപ്പോൾ ഏറെ സങ്കടം തോന്നുന്ന അല്ലെങ്കിൽ ഏറെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു മേഖലയാണ് ഈ കാർഷിക മേഖല. അപ്പോൾ ഇതേപോലുള്ളവരൊക്കെ ആദരം കിട്ടുമ്പോൾ ഏറെ സന്തോഷം തോന്നുന്നു. അത് നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കണമെന്ന് തോന്നി. നവോദയ സാംസ്കാരിക വേദിയുടെ 4ാമത് കോടിയേരി ബാലകൃഷ്ണൻ കാർഷിക രംഗത്തെ സമഗ്ര സംഭാവനക്കുള്ള അവാർഡാണ് അദ്ദേഹം ഏറ്റുവാങ്ങിയത്. 1 ലക്ഷം രൂപയും ശിലാഫലകമാണ്. അത് നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കണമെന്ന് തോന്നി. ഷാമുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് പരിചയപ്പെട്ടാണ്. ഞാൻ പറഞ്ഞത് നടുപ്പാടം എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തുമ്പോൾ നമ്മുടെ വണ്ടി ഓട്ടോമാറ്റിക് അവിടെ നിന്ന് പോകും. അത്രയും മനോഹരമായ കാഴ്ചയാണ്. ഒരു പാടത്തിൻ്റെ വ്യൂ മാത്രമല്ല, അതിന് ഉപരി ആ കർഷകൻ്റെ ആ ബുദ്ധിമുട്ടിൻ്റെ ആ ഇത് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. വിവിധ ഇനം നെൽകൃഷികൾ അവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷാമോൻ അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോയി കാണുക, അദ്ദേഹത്തോട് സംസാരിക്കുക. കഴിഞ്ഞ വർഷം 2025 ഇദ്ദേഹത്തിന് സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് കിട്ടിയതാണ്. അപ്പോൾ അത്രയും കൃഷിയെ സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ്. നിങ്ങളിനി നടുപ്പാടം വഴി കടന്നു പോകണമെങ്കിൽ ഷാബുമോനെ കാണണമെങ്കിൽ ചെന്ന് പരിചയപ്പെടുക. മനസ്സുണ്ടെങ്കിലും ആദരിക്കുക. മറ്റു വീഡിയോയുമായി വീണ്ടും വരും. നമസ്കാരം.